പശ്ചിമേഷ്യയിലെ സംഘർഷം ലോക ജനതയെ ആശങ്കയിലാക്കി ഇപ്പോഴും തുടരുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം ഏത് തലം വരെ എത്തുമെന്ന ചിന്തയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തുന്ന വ്യോമാക്രമണങ്ങൾ വലിയ തോതിലുള്ള സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ലോകം മറ്റൊരു യുദ്ധത്തിന്റെ ഭീതിയിലായിരിക്കുന്നു. ഏത് യുദ്ധവും വിനാശകരമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പോരാട്ടം അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ പെട്ടെന്നൊന്നും അവസാനിപ്പിക്കുന്ന പോരാട്ടമല്ല തുടങ്ങിവെച്ചിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ നൽകുന്ന സൂചന. തങ്ങളുടെ അതിജീവനത്തിനുള്ള ഭീഷണി ഇല്ലാതാകും വരെ ഇറാനെതിരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഉള്ളതും. കുറേയധികം കാലത്തേക്ക് ശത്രുക്കളായ രണ്ടു രാജ്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിനിറങ്ങിയാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. തങ്ങൾക്കെതിരെ പോരാട്ടത്തിനുള്ള ഗാസയിലെ ഹമാസിനും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും ഇറാൻ പിന്തുണ നൽകുന്നത് ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നുമുണ്ട്. ഗാസ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയും ഹൂതികളും ഇസ്രയേലിനു നേരെ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഇറാൻ സൈനിക സാമ്പത്തിക പിന്തുണ നൽകുന്നതായി ഹമാസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തങ്ങളുടെ നിലനിൽപ്പിനും സമാധാനത്തിനും ഇറാൻ ഭീഷണിയാണ് എന്നു തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഷ്യം. ഇറാൻ ആണവായുധം സ്വന്തമാക്കിയാൽ അത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന ആശങ്കയിലാണ് ഇസ്രയേൽ അവരുടെ ആണവ പദ്ധതിയെ എതിർക്കുന്നത്. ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയാനുള്ള ഓപ്പറേഷൻ എന്ന നിലയ്ക്കാണ് ഇസ്രയേൽ ഇപ്പോഴത്തെ ആക്രമണം തുടങ്ങിയിരിക്കുന്നതും. എത്രയും പെട്ടെന്ന് ആണവ കരാറിൽ ഒപ്പുവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെടുന്നുണ്ട്. US ഇറാൻ ആണവ കരാർ ചർച്ചകൾ 6ാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഇസ്രയേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ USുമായുള്ള ആണവ ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയിട്ടുണ്ട്. എന്നാൽ ആണവ ഉടമ്പടിക്ക് തയ്യാറായില്ലെങ്കിൽ തുടരാക്രമണങ്ങളിൽ ഇറാനിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. കരാറിൽ ഒപ്പുവെക്കാൻ ഇറാന് അവസരങ്ങൾ നൽകിയ താൻ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്തായാലും ആണവ ചർച്ചയുടെ ഭാവി എന്താകുമെന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണത്തെ US പിന്തുണച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. ഇനി USുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം വലിയ തോതിലുള്ള നാശം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതിയുടെ ഹൃദയം എന്ന് വിശേഷിക്കാവുന്ന നദാൻസ് ആണവ കേന്ദ്രത്തിലടക്കം ആക്രമണമുണ്ടായി. ഇറാനിയൻ സായുധ സേനാ മേധാവിയടക്കം സൈന്യത്തിന്റെ തലപ്പത്തുള്ളവരും പ്രമുഖരായ ആണവ ശാസ്ത്രജ്ഞന്മാരും ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ മരണസംഖ്യ കൃത്യമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇനിയും കൂടിയേക്കാം. ഇറാനിലെ എണ്ണപ്പാടങ്ങളും ഇസ്രയേൽ ആക്രമിച്ചു. ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തും ആക്രമണമുണ്ടായി. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഇറാൻ ഇസ്രയേലിന് മറുപടി നൽകിയപ്പോൾ ജെറുസലേമും ടെല്ലവീവും കുലുങ്ങി. ഇസ്രയേലിലെ ഹൈഫ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സമീപം ഇറാനിയൻ മിസൈൽ പതിച്ചു. സംഘർഷം അയയേണ്ടതിന്റെ ആവശ്യകത പല ലോക നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. സംഘർഷം വ്യാപിക്കുന്നതിൽ ഇന്ത്യക്കും ആശങ്കയുണ്ട്. ഇറാനിലും ഇസ്രയേലിലുമുള്ള ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഏതൊരു യുദ്ധവും അത് നടക്കുന്ന പ്രദേശത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. നിലവിൽ ഇറാനിലും ഇസ്രയേലിലും അശാന്തിയുടെ നാളുകളാണ്. ഈ അശാന്തിയുടെ നാളുകളിൽ നിന്നും അവിടങ്ങളിൽ സമാധാനം പുലരുവാൻ ലോക നേതാക്കൾ തന്നെ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. കൂട്ടായ കൂടിയാലോചനകളും ചർച്ചകളും ലോക നേതാക്കളെ സാക്ഷിയായുള്ള സമവായ പരിശ്രമങ്ങളുമാണ് ഇരു രാജ്യങ്ങളിലും ഇപ്പോൾ വേണ്ടത്.